ഹലോ ഫ്രണ്ട്സ്, അജിനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ നല്ലൊരു ഡോണറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡോണറ്റ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അത് ഓൾ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡോണറ്റ്സ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് മൈദയിലേക്ക് നമുക്ക് ആദ്യമായി ഇളം ചൂടുള്ള 1/4 കപ്പ് പാൽ ഒരു ബൗളിലേക്ക് എടുക്കണം. അതിലേക്ക് ഒരു 1.5 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 2.5 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നല്ലതായിട്ട് ഇതൊന്ന് ഈസ്റ്റൊക്കെ നന്നായി പൊളിച്ച് നല്ല പൊങ്ങി വരും. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുക. അതിനായി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കുക. 2 കപ്പ് മൈദയ്ക്ക് അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് 1.5 സ്പൂൺ ബട്ടറും കൂടെ, അത് റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ആയിരിക്കണം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു മുട്ട റൂം ടെമ്പറേച്ചറുള്ള മുട്ട ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിടരുത്, റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാവിലേക്ക് നല്ലതായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം 10 മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റ് നന്നായി പൊങ്ങിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതും കൂടെ നന്നായി കുഴച്ച് ഇതിലേക്ക് ചേർക്കണം. പക്ഷെ നന്നായി കുഴയ്ക്കണം. ഒരു 10-15 മിനിറ്റ്സ് എങ്കിലും എടുത്ത് ഇത് നന്നായിട്ട് കുഴയ്ക്കണം. നിങ്ങൾ ഈ ഒഴിച്ചിരിക്കുന്ന ഈസ്റ്റ് മിൽക്ക് നിങ്ങൾക്ക് ഇനഫായിട്ട് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മിൽക്കോ അല്ലെങ്കിൽ വെള്ളമോ ആഡ് ചെയ്ത് ഇത് കുഴയ്ക്കാവുന്നതാണ്. അഥവാ കൂടുതൽ വെള്ളമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൈദ ആഡ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനെക്കാട്ടി ഇച്ചിരി കൂടെ ഒരു ലൂസായിട്ട് ഇത് കുഴച്ചെടുക്കണം. നന്നായി പ്രസ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കണം. അപ്പം പാത്രത്തിൽ നിന്ന് നമുക്ക് എടുത്ത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായി കുഴച്ച് വീണ്ടും എടുക്കണം. ഒരു 10-15 മിനിറ്റ്സ് എങ്കിലും നന്നായി കുഴച്ച് എടുത്തെങ്കിൽ മാത്രമേ ഇത് നല്ല സോഫ്റ്റായി നമുക്ക് കിട്ടുകയുള്ളൂ. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച്, കണ്ടില്ലേ, ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കണം. പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിന് മുകളിൽ നമുക്ക് നന്നായി എണ്ണ തടവി കൊടുത്ത് ഇതൊന്ന് കവർ ചെയ്ത് വെക്കുക. ഒരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ടോ അടച്ച് ഒരു 2 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിൽ മാത്രമേ ഇത് നന്നായി പൊങ്ങി വരികയുള്ളൂ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ഡബിളാകും. അതിനുശേഷം നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് വീണ്ടും ഒന്ന് നമുക്ക് ജസ്റ്റ് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ചപ്പാത്തി പലകയിലേക്കോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്കോ കുറച്ച് പൊടി വിതറിയിട്ട് നമുക്ക് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. അഥവാ നിങ്ങളുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ ഇതേപോലെ ഡബിളായി വന്നിട്ടില്ലെങ്കിൽ അതൊരിക്കലും നിങ്ങളെടുത്ത് ഇതേപോലെ പരത്തരുത്. കുറച്ച് നേരം കൊണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഓരോരുത്തരുടെയും കാലാവസ്ഥ അനുസരിച്ചിരിക്കും അതിൻ്റെ പൊങ്ങി വരുന്നത്. അപ്പോൾ ഏകദേശം ഇതേ അളവിൽ ഇതേ തിക്നെസ്സിൽ നമ്മൾ പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു ഗ്ലാസ്സോ ഏതെങ്കിലും പാത്രമോ എന്തെങ്കിലും എടുത്ത് റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു ഇത് വെച്ച് നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നടുക്കും കൂടെ നമുക്കൊരു ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനെക്കാട്ടി ചെറിയൊരു അടപ്പെടുത്ത് നമുക്ക് നടുക്കും കൂടെ ഒരു പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കി വന്ന മാവ് വീണ്ടും നമുക്ക് ഉരുട്ടി അതേപോലെ നമുക്ക് പരത്തി വീണ്ടും അടുത്ത റോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോണറ്റ്സിൻ്റെ പാർട്ട് നമുക്കൊരു ട്രേയിലേക്ക് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പരത്തി വെച്ച് അതിൻ്റെ മേളിൽ കുറച്ച് എണ്ണയും കൂടെ തൂക്കി കൊടുക്കാം. അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കൊരു നനഞ്ഞ ടവലും കൊണ്ട് ഒരു 1/2 അവറും കൂടി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1/2 അവർ കഴിയുമ്പോഴത്തേന് നമുക്കിത് നല്ലതായിട്ട് ഇതും കൂടെ ഒന്നും കൂടെ പൊങ്ങി കിട്ടും. അപ്പോൾ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ചോക്ലേറ്റ്, നമുക്ക് ഡാർക്ക് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ ഏത് വേണമെങ്കിലും എടുക്കാം. അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഇത് അലിയിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളം ഉണ്ടാകരുത്. നല്ല ഡ്രൈ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്രോവേവ് ഓവനിൽ വെച്ച് വേണമെങ്കിലും ഇത് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഹാഫ് മെൽറ്റായതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. ബട്ടറും കുറച്ചൊരു ഒരു ഡ്രോപ്സ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി നമ്മളിതെടുക്കുക. അപ്പോൾ നിങ്ങളുടെ മെൽറ്റായിട്ട് വീണ്ടും നിങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേനും ഇത് വീണ്ടും കട്ടയാകുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഹാഫ് ആൻ അവറിന് ശേഷം നമ്മുടെ ഡോ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് നല്ല തിളച്ച എണ്ണയിലേക്ക് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡോണറ്റ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മീഡിയം തീയിലേക്ക് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് നന്നായി മൊരിഞ്ഞ് കിട്ടുകയുള്ളൂ. ഒത്തിരി മൊരിഞ്ഞ് പോകരുത്. ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോഴത്തേനും നമുക്കിത് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഫ്ലേവർ കൊടുക്കാം. ഞാൻ ആദ്യമായി പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സിന്നമോൺ പൗഡർ ഇച്ചിരി ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് നമുക്ക് പഞ്ചസാരയിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്ത് നല്ല ഇതായിട്ട് എടുക്കാം. അഥവാ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഒന്നും കയ്യിലില്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ ചോക്ലേറ്റ് ലായനിയിൽ മുക്കി കൊടുത്തത് നിങ്ങൾക്ക് കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ഇതിന് മേലിൽ ഇട്ട് അലങ്കരിക്കാവുന്നതാണ്. അതേപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചോക്ലേറ്റ് ലായനി അത് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചൂടാക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അത് ഒന്ന് ലൂസാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ഡോണറ്റ്സിൽ അത് പിടിക്കുകയുള്ളൂ. വൈറ്റ് ചോക്ലേറ്റും കുറച്ച് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇത് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അലങ്കരിച്ച് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് അതിൻ്റെ മേളിൽ ഇങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അലങ്കരിക്കാം, അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റിന് മേളിൽ വൈറ്റ് ചോക്ലേറ്റ് അലങ്കരിച്ച്, അങ്ങനെ പല രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ഡോണറ്റ്സ് നടുക്ക് ഹോൾ ഉണ്ടാക്കാതെ ഉണ്ടാക്കിയിട്ട് അതാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, സീ യു.